എഴുതി എഴുതി പോവുക. അതിശോഷണത്തിന് ഉദാഹരണം ഏതാണെന്നാണ് 4 ഓപ്ഷൻ ഉണ്ട്. ആൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ വേപ്പർ, സിലിക്ക ജെൽ ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ വേപ്പർ, അമോണിയ ഗ്യാസ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ വേപ്പർ, കോട്ടൺ ഗ്ലോസ് ഡിപ്ഡ് ഇൻ ഡൈ. ഏതായിരിക്കും അതിശോഷണത്തിന് ഉദാഹരണം? അതിശോഷണത്തിന് ഉദാഹരണം ഏതായിരിക്കും? കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, വാട്ടർ വേപ്പറുമായി, എല്ലാത്തിലും വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പൊ വാട്ടർ വേപ്പറും കാൽഷ്യം ക്ലോറൈഡും കൂടെ നിൽക്കുന്നു. സിലിക്ക ജെൽ വാട്ടർ വേപ്പർ ആയിട്ട് നിൽക്കുന്നു. അമോണിയ ഗ്യാസ് വാട്ടർ വേപ്പർ ആയിട്ട് നിൽക്കുന്നു. കോട്ടൺ ക്ലോത്ത്സ് ഡൈക്കകത്ത് മുങ്ങിയിരിക്കുന്നു. ഇതിൽ ഏതായിരിക്കും അബ്സോർപ്ഷൻ ഉദാഹരണം? സിലിക്ക ജെൽ. സിലിക്ക ജെൽ ആണ്. സിലിക്ക ജെൽ നല്ലൊരു അബ്സോർബെന്റ് ആണ്. ബാക്കിയൊന്നും അങ്ങനെയുള്ളതല്ല. സിലിക്ക ജെൽ നമ്മൾ ഓൾറെഡി അബ്സോർപ്ഷനിൽ പഠിക്കുന്നതാണ്. സിലിക്ക ജെല്ലാണ് അവിടെ അബ്സോർബെന്റ് ആയിട്ട് അതിശോഷ്യവും അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത് കുറച്ച് ഗ്യാസുകൾ തന്നിട്ടുണ്ട്. H2, CH4, CO2 ആൻഡ് NH3. ഇതിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് ഗ്യാസസ്. ഈ തന്നിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം എത്രത്തോളം ഇവർ അബ്സോർബ്, എത്ര വോളിയം വെച്ച് 1 ഗ്രാം ചാർക്കോള് എത്ര വോളിയം ആയിരിക്കും ചാർക്കോളിലേക്ക് ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ എന്നിവ അബ്സോർബ് ചെയ്യുന്ന വോളിയം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ H2 ഗ്രേറ്റർ ദാൻ, CH4 ഗ്രേറ്റർ ദാൻ, CO2 ഗ്രേറ്റർ ദാൻ NH3. ഓപ്ഷൻ ബി NH3 greater than, CO2 greater than, CH4 greater than H2. Option C CH4 greater than, H2 greater than, CO2 greater than NH3. തൽക്കാലം 3 ഓപ്ഷൻ ഇടാം. ഒന്ന് ഗസ് വർക്ക് ചെയ്യാമോ? തന്നിരിക്കുന്നതിനകത്ത് 1 ഗ്രാം ചാർക്കോൾ നമ്മൾ എടുത്തു വെക്കുന്നു, ഇത്രയും ഗ്യാസുകളെ കടത്തിവിടുന്നു. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ, അതായത് എത്ര വോളിയം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ? ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ. ആർക്കെങ്കിലും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊന്ന് പറയാമോ? മറിയ, എങ്ങനെ കണക്ട് ചെയ്യാം? ഓർമ്മ കിട്ടുന്നില്ല. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുമായിട്ട് കണക്ട് ചെയ്യാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അബ്സോർപ്ഷനും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു വാതകത്തിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കൺസിഡർ ചെയ്യുക. ഇത്രയും വാതകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ള ആരാണോ അവർക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എങ്ങനെ നമുക്ക് മനസ്സിലാവും? അതാർക്കെങ്കിലും പറയാമോ? അത് തന്നെ, നല്ല ലിക്വിഫയബിൾ ആയിട്ടുള്ള, ഈസിലി ലിക്വിഫയബിളിന് എപ്പോഴും ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് നന്നായിട്ട് ലിക്വിഫൈ ചെയ്യുന്ന ഏതാണ്? അമോണിയ ആണ്. അപ്പൊ അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഞാൻ എഴുതാം, 406. കാർബൺ ഡയോക്സൈഡിൻ്റെത്, അതിനുശേഷം കാർബൺ ഡയോക്സൈഡ് ആണ് 304. അതിനുശേഷം മീഥൈൻ ആണ് 190. അതിനുശേഷം ഏറ്റവും കുറവ് ഹൈഡ്രജൻ ആണ്, അത് ലിക്വിഫയബിൾ അല്ല, 33 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് അമോണിയ, അതിനുശേഷം കാർബൺ ഡയോക്സൈഡ്, അതിനുശേഷം മീഥൈൻ, അതിനുശേഷം H2. ഈ ചോദ്യമൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എഴുതി വെക്കുക. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഞാൻ ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്നത് ആരായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് can absorb
large volume of hydrogen gas. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസിനെ അഡ്സോർബ് ചെയ്യുന്നു പറയുമ്പോൾ അഡ്സോർബേറ്റ് H2 ആണ്. നല്ല അഡ്സോർബന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊളോയിഡൽ ഓഫ് പ്ലാറ്റിനം കൊളോയിഡൽ ഓഫ് പലേഡിയം. ഓപ്ഷൻ ബി ഫൈൻലി ഡിവൈഡ് നിക്കൽ. അടുത്തത് ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം. ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് വർക്ക് നടത്തുക. എന്തോ അല്ല, കൊളോയിഡൽ പലേഡിയം ആണ്. ഇത് ഫൈനലി ഡിവൈഡഡ് എന്ന് പറയുന്നതിനേക്കാൾ പാർട്ടിക്കിൾ സൈസ് കുറവാണ് കൊളോയിഡലിന്. നമുക്കറിയാം അഡ്സോർബെന്റ് എന്ന് പറയുന്നതിന് സർഫസ് ഏരിയ കൂടുതൽ വേണം. അപ്പൊ എത്രയും ചെറുതാണോ, എത്രയും പൗഡേർഡ് ഫോം ആണോ, അല്ലെങ്കിൽ എത്രയും പാർട്ടിക്കിൾ സൈസ് കുറവാണോ, അപ്പോൾ മാത്രമേ നല്ല രീതിയിൽ അഡ്സോർബ് ചെയ്യപ്പെടൂ. ഇതിനകത്ത് ബാക്കിയെല്ലാം ഫൈൻലി ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഇയാൾ മാത്രം കൊളോയിഡൽ ആണ്. കൊളോയിഡലിന് വളരെ പാർട്ടിക്കിൾ സൈസ് കുറവാണ്. അതുകൊണ്ട് കൊളോയിഡൽ ഫോം ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് അത് ചോദിക്കാൻ സാധ്യതകളാണ്. കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് റേഞ്ച് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ, 10 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ, then 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. ഏതാണ്? 1 നാനോമീറ്റർ ടു 1000. ഉറപ്പാണോ? 1 to 100. ഉറപ്പാണോ? 1 നാനോമീറ്റർ ടു 1000 അല്ലേ? 1 നാനോമീറ്റർ ടു 1000 അല്ലേ? അതൊന്ന് നമ്മളുടെ NCERT ടെക്സ്റ്റുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ റേഞ്ച് ആണ്. അടുത്തത് മിസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ. മിസ്റ്റ്, ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് നമ്മുടെ കോളത്തിലുണ്ട്. നമ്മുടെ ആ ഒരു സർഫസ് കെമിസ്ട്രിയിൽ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എല്ലാം അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പൊ മിസ്റ്റ്, നോർമലി ഡേ ടു ഡേ ലൈഫായിട്ട് ഇതുള്ള നമ്മുടെ മിൽക്ക്, ബട്ടർ, അങ്ങനത്തെ ഒക്കെയുള്ള അതിന്റെ കൊളോയിഡൽ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മിസ്റ്റ് എന്താണ്? ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണ്. ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണ്. അടുത്തത് മിൽക്ക് എന്തൊരു ഉദാഹരണമാണ്? അത് പലതവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് രീതിയിൽ വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. പണ്ട് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മിൽക്ക് എന്തിനൊരു ഉദാഹരണമാണെന്ന്. ജെല്ലാണോ, സോളാണോ, ഫോം ആണോ, അതോ ഇമൽഷൻ ആണോ? പറഞ്ഞേ. ഇമൽഷൻ. ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത് റബ്ബർ ഇൻ ബെൻസീൻ. സൊല്യൂഷൻ ഓഫ് റബ്ബർ ഇൻ ബെൻസീൻ. അതെന്തിന് ഉദാഹരണമാണ്? സൊല്യൂഷൻ ഓഫ് റബ്ബർ ഇൻ ബെൻസീൻ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് ഞാൻ പറയാം. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് ആണോ, മാക്രോ മോളിക്കുലാർ ആണോ, അസോസിയേറ്റഡ് ആണോ, ലയോഫോബിക് ആണോ? മാക്രോ മോളിക്കുലാർ കൊളോയിഡ് ആണേ. മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനത്തെ കുറെ ടൈപ്പ് ഉണ്ടല്ലോ, കുറെ എക്സാമ്പിൾസ് വരുന്ന, അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഹൈഡ്രജൻ സൾഫൈഡ് വാതകം നൈട്രിക് ആസിഡിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഓപ്ഷൻ ഞാൻ പറയാം. അത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പ്ലാസ്റ്റിക് സൾഫർ ആണോ, പ്രിസ്മാറ്റിക് സൾഫർ ആണോ, അമോർഫസ് സൾഫർ ആണോ, മോണോക്ലിനിക് സൾഫർ ആണോ? ഇത് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള തരം ചോദ്യമാണ്. ഏതാണ് ആൻസർ? അറിയാമോ ആർക്കെങ്കിലും? ഹൈഡ്രജൻ സൾഫൈഡ് നൈട്രിക് ആസിഡിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് സൾഫർ കിട്ടുന്നു.
അത് അമോർഫസ് സൾഫർ ആയിരിക്കും കേട്ടോ. അമോർഫസ് സൾഫർ, അമോർഫസ് സൾഫർ, അമോർഫസ് സൾഫർ. ഇനി അടുത്ത ചോദ്യം, ബ്രെഡിക് ആർക്ക് മെത്തേഡ്. ഇത് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ബ്രെഡിക് ആർക്ക് മെത്തേഡ് എന്തിനു വേണ്ടിയായിരുന്നു ബ്രെഡിക് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്തത്? ബ്രെഡിക് ആർക്ക് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതെ അതെ. ബ്രെഡിക് ആർക്ക് മെത്തേഡ് എന്തിന്റെയൊക്കെ സോൾ പ്രിപ്പയർ ചെയ്യാനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഗോൾഡ്, പ്ലാറ്റിനം. ഗോൾഡ്, പ്ലാറ്റിനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ എന്തായിട്ട് കോമൺ ആയിട്ട് ഉൾപ്പെടുത്താം? നോബിൾ അല്ലെ, നോബിൾ മെറ്റൽ, ഉത്കൃഷ്ട ലോഹങ്ങൾ എന്ന് പറഞ്ഞൂടെ? ഇതൊരു ചോദ്യമാണ്. ബ്രെഡിക് ആർക്ക് മെത്തേഡ് ഏത് സോള് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നു? പ്ലാറ്റിനത്തിന്റെ സോള്, സിൽവറിന്റെ സോള്, ഗോൾഡിന്റെ സോള്, ഇവരെല്ലാം നോബിൾ ലോഹങ്ങളാണ്. അവയെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അയൺ ഒരു നോബിൾ മെറ്റൽ അല്ല. അതുകൊണ്ട് ബ്രെഡിക് ആർക്ക് മെത്തേഡ് ഉപയോഗിച്ച് അയണിന്റെ കൊളോയിഡൽ സൊല്യൂഷനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ് ഇവർ ചോദിച്ചിരുന്നത്. ബ്രെഡിക് ആർക്ക് മെത്തേഡ് cannot be used to prepare the colloidal solution of which of the following? ഓപ്ഷൻ പ്ലാറ്റിനം, അയൺ, സിൽവർ, ഗോൾഡ്. ഏതാണ് ആൻസർ? അയൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കുറവ് ഫ്ലക്യുലേഷൻ വാല്യൂ ആർക്ക്? ഏറ്റവും കുറവ് ഫ്ലക്യുലേഷൻ മൂല്യം, ഫ്ലക്യുലേഷൻ വാല്യൂ. ഓപ്ഷൻ ഞാൻ തരാം. Cl മൈനസ്, സൾഫേറ്റ്, PO4 3 മൈനസ്, FeCN6 4 മൈനസ്. ഇതിനകത്ത് ഫ്ലക്യുലേഷൻ വാല്യൂ കുറവുള്ളത് ആർക്ക്? പറയാമോ? ഓൾറെഡി വീഡിയോ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ആർക്കാണ്? ഏതായത്? ഓപ്ഷൻ എ Cl മൈനസ്. എല്ലാരും Cl മൈനസിലാണോ പറയുന്നത്? എന്താണ് നിങ്ങൾ ഫ്ലക്യുലേഷൻ വാല്യൂ കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഫ്ലക്യുലേഷൻ വാല്യൂ? പറഞ്ഞേ. എന്താണ് ഫ്ലക്യുലേഷൻ വാല്യൂ? നമുക്ക് ഒരു കൊളോയിഡൽ സൊല്യൂഷന്റെ കൊയാഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഫ്ലക്യുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കുറവ് ഫ്ലക്യുലേഷൻ വാല്യൂ ഉള്ള ആളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലക്യുലേഷൻ പവർ ഉള്ള ആളായിരിക്കും. നല്ല പവർ ഉള്ള ആൾക്ക് വളരെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ തന്നെ കൊയാഗുലേഷൻ നടത്താൻ പറ്റും. വളരെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോ ഫ്ലക്യുലേഷൻ വാല്യൂവും ഫ്ലക്യുലേഷൻ പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാകുമ്പോ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വാലൻസി കൂടുതലുള്ള ആൾക്ക്, ഹയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വാലൻസി, മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, വാലൻസിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള ആൾക്ക് ഫ്ലക്യുലേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പൊ അയാള് വളരെ കുറച്ച് എമൗണ്ട് ഇട്ടാൽ തന്നെ പെട്ടെന്ന് കൊയാഗുലേഷൻ കൂടും. ഈ തന്നിരിക്കുന്ന 4 അയോൺസില് FeCN6 4 മൈനസിനാണ് ചാർജ് വളരെ കൂടുതല്, -4 ആണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ അയാൾക്ക് നല്ല ഫ്ലക്യുലേഷൻ പവർ ആണ്. ഒരു Cl മൈനസും 1 ഉള്ളൂ മാഗ്നിറ്റ്യൂഡ്. അയാൾക്ക് ഫ്ലക്യുലേഷൻ പവർ കുറവായതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഇടണം. നേരെ മറിച്ച് FeCN6 4 മൈനസിന് ചാർജ് കൂടുതലാണ്, ഫ്ലക്യുലേഷൻ പവർ കൂടുതലാണ്, വളരെ കുറച്ച് എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഫ്ലക്യുലേഷൻ വാല്യൂ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? പറഞ്ഞേ. ഏതാ? FeCN6 4 മൈനസ്. ഈ ചോദ്യം പല PSC പരീക്ഷകൾക്ക്, കെമിസ്ട്രി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് കൺഫ്യൂഷനും വരും. ഫ്ലക്യുലേഷൻ വാല്യൂ ആണോ ഫ്ലക്യുലേഷൻ പവർ ആണോ ചോദിച്ചേക്കുന്നത് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The best electrolyte for coagulation of
arsenic salt, electrolyte for coagulation of arsenic salt coagulation വേണ്ട ഏറ്റവും നല്ല ഇലക്ട്രോലൈറ്റ്. ഓപ്ഷൻ എ NaCl, ഓപ്ഷൻ ബി CSO4, ഓപ്ഷൻ സി അലുമിനിയം നൈട്രേറ്റ്, ഓപ്ഷൻ ഡി തോറിയം സൾഫേറ്റ്. 32 എത്രാമത്തെ ചോദ്യം നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓക്കെ, ഇതൊന്ന് പറഞ്ഞേ. Aluminium nitrate. ഏതാ? Option C, aluminium nitrate. അലുമിനിയം നൈട്രേറ്റ് ആണ്. കാരണം അലുമിനിയത്തിന് 3+ ആണ് ചാർജ്. പക്ഷെ അപ്പൊ ചോദിക്കും തോറിയം 4+ അല്ലേന്ന്. തോറിയത്തിന് മാക്സിമം ചാർജ് ഉണ്ടെങ്കിലും അതിന്റെ സോലുബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് അലുമിനിയം നൈട്രേറ്റ് 3+ വരുന്നത്. കോപ്പറിനാണ് 2+ ആണ്, സോഡിയത്തിന് +1 ആണ്. ദെൻ അലുമിനിയം 3+, തോറിയം 4+ ആണ്. തോറിയം സൾഫേറ്റ് എടുക്കാത്തതിനുള്ള കാരണം അയാൾക്ക് സോലുബിലിറ്റി കുറവായതുകൊണ്ടാണ്. സോ ഓപ്ഷൻ സി അലുമിനിയം നൈട്രേറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് കോയാഗുലേഷൻ വാല്യൂ. ഇത് ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓഫ് അലുമിനിയം ക്ലോറൈഡ് and NaCl are 0.093 and 52 respectively. അങ്ങനെയാണെങ്കിൽ the coagulating power, ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ തന്നെ ചെയ്യുക. coagulating power of AlCl3 as compared to NaCl is option A 52 into 0.093 times, option B 52 by 0.093 times, option C 0.093 by 52 times. ഒന്ന് ചെയ്യുവോ? നേരത്തെ നമ്മൾ കോയാഗുലേഷന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അതൊന്ന് ചെയ്യുക. കോയാഗുലേഷൻ വാല്യൂ തന്നിട്ടുണ്ട്, കോയാഗുലേറ്റിംഗ് പവർ ആണ് കാണേണ്ടത്. ഞാൻ പറയുന്ന ആള് പറയണേ, റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യും, ആള് ഉത്തരം പറയാം. കോയാഗുലേഷൻ പവറും കോയാഗുലേഷൻ വാല്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ കോയാഗുലേഷൻ, ഇത്രയേ ഉള്ളൂ ഹിന്റ്. കോയാഗുലേഷൻ വാല്യൂ കോയാഗുലേഷൻ പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ coagulating power of AlCl3 by coagulating power of NaCl is equal to coagulation value of NaCl divided by coagulation value of AlCl3. കോൺസെപ്റ്റ് മനസ്സിലായോ ഫർസാന? മറിയ? 52 bar 0.093. 52 bar 0.093. ഓക്കെ, അപ്പൊ മറിയക്ക് അതാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ആതിര വിജയൻ, നിങ്ങൾ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ലൈവ് വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാളെല്ലാം ഞാൻ റെക്കോർഡ് വേർഷൻ അങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറയുക, തെറ്റിക്കോട്ടെ. ആതിര വിജയൻ 0.093 by 52. ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ബി കിട്ടിയവരാരൊക്കെയാ? ഓപ്ഷൻ ബി എനിക്ക് ഓപ്ഷൻ ബി ആണ് കിട്ടിയത്. 52 by 0.093. ബാക്കി ആർക്കെങ്കിലും? എനിക്കത് മിനിറ്റ്സ് കിട്ടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി മറ്റേത് ആണ്. മിസ് കിട്ടും. എന്തോ മറ്റേത് കിട്ടിയ മറിയക്ക് കിട്ടിയ ഉത്തരവാണ് കറക്റ്റ്. 52 by 0.093. അത് ഞാൻ പറയാം. നമ്മൾ ഇത്രയേ ഉള്ളൂ. കോയാഗുലേഷൻ
വാല്യൂ മുമ്പേ പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോയാഗുലേഷൻ പവർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോയാഗുലേഷൻ പവർ ഓഫ് AlCl3 ബൈ കോയാഗുലേഷൻ പവർ ഓഫ് NaCl. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? കോയാഗുലേഷൻ വാല്യൂ ഓഫ് NaCl അല്ലെ ഡിവൈഡ് ബൈ കോയാഗുലേഷൻ വാല്യൂ ഓഫ് AlCl3. നമുക്കറിയാം കോയാഗുലേഷൻ വാല്യൂ ഓഫ് എന്താണ്? NaCl 52 ആണ്, മറ്റേ AlCl3 0.093 ആണ്. അപ്പൊ ഉത്തരം 52/0.093. ആതിര ക്ലിയർ ആയോ? തെറ്റിയത് എവിടെയാന്ന് മനസ്സിലായോ? മനസ്സിലായി മിസ്. ഞാൻ തിരിച്ചെടുത്തു. ശ്രദ്ധിച്ചാൽ മതിയടാ. അത് എക്സാം സമയത്ത് നമുക്ക് ഈ വരുന്ന തെറ്റുകളെല്ലാം നമ്മൾ മേക്കപ്പ് ചെയ്ത് പോണം, അത്രേ ഉള്ളൂ. ഇപ്പൊ തെറ്റുന്നോണ്ടല്ല, തെറ്റിൽ നിന്നേ നമ്മൾ പഠിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡ് നമ്പർ. ഗോൾഡ് നമ്പർ തന്നിരിക്കുന്നതിനകത്ത് ഗോൾഡ് നമ്പർ കുറവുള്ള ആൾക്കാരാരാണ്? ഗോൾഡ് നമ്പർ ഇസ് മിനിമം. ഓപ്ഷൻ ജെലാറ്റിൻ, എഗ് ആൽബുമിൻ, ഗം അറബിക്, സ്റ്റാർച്ച്. ചെയ്തോ. ഇതിനകത്ത് ഞാനന്ന് നമ്മുടെ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് നമ്പറിന്റെ വാല്യൂസ്. അതിൽ ജെലാറ്റിൻ ആണ് ഏറ്റവും കുറവ്. ജെലാറ്റിന്റെ വാല്യൂ ഏകദേശം 0.005 to 0.01. അപ്പൊ എല്ലാരും തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഗോൾഡ് നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഇത്തരത്തിലുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് കൊളോയിഡിന്റെ ഗോൾഡ് നമ്പേഴ്സ് തരുന്നുണ്ട്. നേച്ചറിന്റെ ഓർഡർ എഴുതാൻ. ഗോൾഡ് നമ്പർ ഓഫ് സം കൊളോയിഡ്സ്. കൊളോയിഡ് ഗോൾഡ് നമ്പർ A, B, C. 0.01, 2.5, 20. ഇതില് പ്രൊട്ടക്റ്റീവ് നേച്ചറിന്റെ ഓർഡർ എഴുതാനാണ് ചോദ്യം. പ്രൊട്ടക്റ്റീവ് നേച്ചർ. ഫസ്റ്റ് ഓപ്ഷൻ C greater than B greater than A. ഓപ്ഷൻ B A greater than B greater than C. ഓപ്ഷൻ C A equal to B equal to C. ഉത്തരം പറയാമോ? ഓപ്ഷൻ B. വേറെ? A greater than B greater than C. അടുത്ത ആള് ആതിര. എല്ലാരും ഓക്കെ, കറക്റ്റ് ആണ്. ഗോൾഡ് നമ്പർ വളരെ കുറവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ട് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഈ പറഞ്ഞ കൊയാഗുലേഷൻ നടത്തും. അപ്പോ ഏറ്റവും നല്ല പ്രൊട്ടക്റ്റീവ് നേച്ചർ ആണ്, പ്രൊട്ടക്ഷൻ നടത്തും, നല്ല പ്രൊട്ടക്ഷൻ ആണ്, വളരെ കുറച്ച് എമൗണ്ട് മതി. അപ്പൊ ഏറ്റവും നല്ല പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് A ആണ്. അതിനുശേഷം പിന്നെ ഏറ്റവും കുറഞ്ഞ വാല്യൂ 2.5 ആണ്. അപ്പോൾ അയാളെ എടുക്കും. തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ഗോൾഡ് നമ്പർ മൂല്യം കൂടുതലുള്ള സിക്ക് പ്രൊട്ടക്റ്റീവ് നേച്ചർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കുറവില് സി വന്നത്. ഇങ്ങനത്തെ ഒക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ തിയറി എല്ലാം പഠിക്കുക. ആപ്ലിക്കേഷൻ ലെവല് ഈ ഒരു തരത്തിലും വരും. നമ്മൾ വീഡിയോസിൽ ഈ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നമ്മൾ ഈ റിവിഷൻ ടൈമിൽ ചെയ്യുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഓക്കെ, അടുത്തത് കൊളോയിഡൽ സോൾ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഐ ഡിസീസ്. ഇങ്ങനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ഐ ഡിസീസ്, നേത്ര രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൊളോയിഡൽ സോൾ ഏതാണെന്നാണ്. കൊളോയിഡൽ സൾഫർ. ഓപ്ഷൻ ബി കൊളോയിഡൽ ആന്റിമണി. കൊളോയിഡൽ ആന്റിമണി. ഓപ്ഷൻ സി കൊളോയിഡൽ ഗോൾഡ്. ഓപ്ഷൻ ഡി
കൊളോയിഡൽ സിൽവർ. ഏതാണ്? ഓപ്ഷൻ സിൽവർ. കൊളോയിഡൽ സിൽവർ ആണ് എല്ലാരും പറയുന്നത്. ഓക്കെ, വേറെന്തേലും വ്യത്യസ്ത ഉത്തരവുള്ള ആരെങ്കിലും ഉണ്ടോ? ആന്റിമണി. കൊളോയിഡൽ സിൽവർ ആണ് കേട്ടോ. കൊളോയിഡൽ സിൽവർ. കൊളോയിഡൽ സിൽവർ. അടുത്ത ക്വസ്റ്റ്യൻ. കൊളോയിഡൽ സൊല്യൂഷൻ used in treatment of skin disease. Skin disease. Option A, colloidal gold. Option B, colloidal silver. Option C, colloidal antimony. Option D, colloidal sulfur. കൊളോയിഡൽ സൾഫർ ആണ് സ്കിൻ ഡിസീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? അടുത്തത് സബ്സ്റ്റൻസ് സ്മോക്ക് സ്ക്രീൻ ആയിട്ട് വാർഫെയറിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. സ്മോക്ക് സ്ക്രീൻ. ഇതൊരിക്കലും PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ SiCl4. ഓപ്ഷൻ ബി PH3. ഓപ്ഷൻ സി PCl5. ഏതാണ്? സിലിക്കൺ ടെട്രാക്ലോറൈഡ് ആണ് SiCl4. അടുത്തത് എൻസൈം ആക്ടിവിറ്റി. രാസാഗ്നികളുടെ ആക്ടിവിറ്റിക്ക് വേണ്ട ടെമ്പറേച്ചർ റേഞ്ച്. എൻസൈം ആക്ടിവിറ്റി ടെമ്പറേച്ചർ റേഞ്ച്. ഓപ്ഷൻസ് അറിയാം. 278 മുതൽ 288 കെൽവിൻ, 288 മുതൽ 298 കെൽവിൻ, 298 മുതൽ 310 കെൽവിൻ, then 310 തൊട്ട് 318 കെൽവിൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ് സർ. ആ, എന്താ അതങ്ങനെ വന്നേ? 298 310. എന്താ അത് സെലക്ട് ചെയ്തത്? ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ 298 കെൽവിൻ എന്ന് പറയുന്നത് ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 310 കെൽവിനോ? 310 കെൽവിൻ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ ഡിഗ്രി സെൽഷ്യസും ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. 37. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അടുത്തത് എഴുതി കഴിഞ്ഞോ? ഇത് അടുത്ത ചോദ്യം എഴുതാം. QUADAG stands for? Option A, copper in water salt. Option B,
silver in water salt. Option C, platinum in water salt. Option D, graphite in water salt. ഏതാണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എല്ലാവർക്കും ഗ്രാഫൈറ്റ് ആണോ കിട്ടിയേക്കുന്നത്? ഗ്രാഫൈറ്റ് ഇൻ വാട്ടർ സോൾ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് പോളിമറിലെയും കൂടെ ക്വസ്റ്റ്യൻസ് പറയാം. ബബിൾ ഗം. ബബിൾ ഗം കേട്ടിട്ടുണ്ടല്ലോ. ബബിൾ ഗത്തിനകത്ത് ഉള്ളത് എന്താണെന്നാണ്, പോളിമേഴ്സ് എന്താണെന്നാണ് ഓപ്ഷൻ ഞാൻ എഴുതാം. തയക്കോൾ റബ്ബർ, styrene butadiene rubber, then option B, isobutylene isoprene rubber, then option D, acrylonitrile butadiene rubber. ആർക്കെങ്കിലും അറിയാമോ ബബിൾ ഗത്തിനകത്തുള്ളത്? അറിയാമോ? സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ ആണ് കേട്ടോ. സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എഴുതിയെടുത്തോ. അതുപോലെ കൃത്രിമ പട്ട്, ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്താണെന്നുള്ളത്. ഓപ്ഷൻ എ പോളിസ്റ്റർ, ഇത് ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. ഓപ്ഷൻ ബി പോളിയമൈഡ്. ഓപ്ഷൻ സി പോളിസാക്കറൈഡ്. ഓപ്ഷൻ ഡി പോളിത്തീൻ. ഏതാണ്? ആർട്ടിഫിഷ്യൽ സിൽക്ക്. എന്താണ് ആർട്ടിഫിഷ്യൽ സിൽക്ക്? പറഞ്ഞേ, ഒരു ഗസ് വർക്ക് നടത്തിക്കൂടെ? പോളിസ്റ്റർ ആണോ? പോളിയമൈഡ് ആണോ? പോളിയമൈഡ് ആണോ? പോളിയമൈഡ് ആണോ? പോളിസാക്രൈഡ് ആണ്. സിൽക്ക് ആക്ച്വലി സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണല്ലോ. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ സിൽക്ക് പോളിസാക്രൈഡ് ആണ്. അതെ, കെമിക്കലി ട്രീറ്റഡ് സെല്ലുലോസിൽ നിന്നാണല്ലോ റയോൺ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടത് പോളിസാക്രൈഡ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുള്ളതാ. അതൊന്ന് എഴുതി വെച്ചേക്കാം. ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എഴുതിയോ? എഴുതിയോ? അടുത്ത ചോദ്യം. നമ്മുടെ ഈ മുറിവുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ശേഷം സ്യൂച്ചർ എന്ന് പറയും. സ്യൂച്ചർ, സ്റ്റിച്ചിങ് ഓഫ് വൂണ്ട്. സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
പോളിമർ ഏതാണ്? അറിയാമോ? സ്റ്റിച്ച് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിമർ ആർക്കെങ്കിലും അറിയാമോ? ഓപ്ഷൻ ഞാൻ തരാം. പോളിഹൈഡ്രോക്സി ബ്യൂട്ടിറോ വാലറേറ്റ് എന്നും പറഞ്ഞൊരെണ്ണം പഠിച്ചിട്ടുണ്ട്. ദെൻ നൈലോൺ 2, നൈലോൺ 2, നൈലോൺ 6. ഓപ്ഷൻ സി ഡെക്സ്ട്രോൺ, ഓപ്ഷൻ ഡി ഡാക്രോൺ. ഏതാണ്? ഡെക്സ്ട്രോൺ ആണ് കേട്ടോ. ഡെക്സ്ട്രോൺ, ഡെക്സ്ട്രോൺ. അടുത്തത് ഔട്ടർ ക്യാപ്സ്യൂൾ ഓഫ് ഡ്രഗ്. അതായത് നമ്മള് ക്യാപ്സ്യൂൾസ് കണ്ടിട്ടില്ലേ? ടാബ്ലറ്റ് അല്ല, ക്യാപ്സ്യൂൾസ്. ആ ക്യാപ്സ്യൂള് ഏത് പോളിമർ കൊണ്ടാണ്? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതായതുകൊണ്ട്. മേഡ് അപ്പ് ഓഫ് വിച്ച് പോളിമർ? ഓപ്ഷൻ ഞാൻ തരാം. ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ബി glycine and caproic acid, option C salicylic acid and para-aminobenzoic acid, option D 3-hydroxy butanoic acid plus 3-hydroxy pentanoic acid. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ക്യാപ്സ്യൂൾ, ഡ്രഗിന്റെ ക്യാപ്സ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു MCQ തന്ന അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി പോളിമേഴ്സിനകത്തുനിന്ന്. ഓക്കെ, അപ്പൊ സർഫസ് കെമിസ്ട്രിയുടെ അതുപോലെ തന്നെ നമ്മളുടെ പോളിമേഴ്സിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ കെവ്ലാർ, നോമെക്സ്, ലെക്സാൻ ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നിട്ടുള്ളതല്ലേ? കെവ്ലാറും നോമെക്സും ഒക്കെ ആരെങ്കിലും ഒന്ന് പറയണേ. കെവ്ലാർ നമുക്ക് ഓർമ്മയില്ലേ? എന്തോ അത് തന്നിട്ടില്ല. കെവ്ലാർ ഇല്ല. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അതിന്റെ ചെയ്യാം. കെവ്ലാർ എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. MCQ തന്നിട്ടുള്ളതല്ലേ ഇത്? ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു പോളി അമൈഡ് ആണ്. ഇതിന്റെ മോണോമേഴ്സ് എഴുതുക. Phthalic acid and 1,4-diamino benzene paraphenylenediamine. ഇത്രയും കാര്യങ്ങൾ കെവ്ലാറിനെ കുറിച്ചൊന്ന് അറിയുക. അടുത്തത് നോമെക്സ്. നോമെക്സ് ഫയർ ഫൈറ്റേഴ്സിന്റെ ക്ലോത്തിങ്ങിൽ ഉപയോഗിക്കുന്ന, ഫയർ ഫൈറ്റേഴ്സ് ക്ലോത്തിങ്ങിന് വേണ്ടി ഫയർ റെസിസ്റ്റന്റ് ആണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആസ്ട്രനട്ടിന്റെ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കും. അതും ഒരു പോളി അമൈഡ് ആണ്. ഐസോതാലിക് ആസിഡും മെറ്റാഡയമീനോ ബെൻസീനും. അടുത്തത് ലെക്സാൻ. ലെക്സാൻ ഒരു പോളികാർബണേറ്റ് ആണ്. അതൊരു തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ലെക്സാൻ ഡയീഥൈൽ കാർബണേറ്റും ബിസ്ഫിനോൾ എയുമാണ് ഇതിന്റെ മോണോമർ. ഇവിടെയും ബുള്ളറ്റ് പ്രൂഫ് വിൻഡോസ്, സേഫ്റ്റി ഹെൽമെറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ലെക്സാൻ എന്താണോ എന്നാണ് ചോദിച്ചത്. പോളി അമൈഡ് ആണോ, പോളി എസ്റ്റർ ആണോ, പോളി കാർബണേറ്റ് ആണോ എന്ന്.
പോളിയെസ്റ്ററിൽ വരുന്ന ഒരു പോളികാർബണേറ്റ് ആണ് ലെക്സാൻ കേട്ടോ. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പോളിമേഴ്സിന്റെയും സർഫസ് കെമിസ്ട്രിയുടെയും കാര്യങ്ങൾ നോക്കാനുള്ളത്. ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മളുടെ എക്സാം ഉണ്ടല്ലോ, അടുത്ത സെറ്റ് ഓഫ് റിവിഷൻ ടോപ്പിക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് മറ്റ് ഗൈഡിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഗ്രൂപ്പിൽ റെക്കോർഡ് വേർഷനും പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ.